ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. മതനിരപേക്ഷതയും ജനാധിപത്യവും രാജ്യത്ത് നിലനിർത്തണം. അതിന് ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ പറ്റുന്ന, സംസാരിക്കാൻ പറ്റുന്ന, ദേശീയ തലത്തിൽ തന്നെ അഭിപ്രായ രൂപീകരണത്തിന് പ്രാപ്തിയും ശേഷിയുമുള്ള ആളുകൾ പാർലമെൻറ്റിലെത്തണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. മാത്രവുമല്ല, പാർലമെൻറ്റിനകത്ത് ഒരു ബ്ലോക്കായി നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനയും സംരക്ഷിക്കാനും രാജ്യത്തിൻ്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കെതിരെയും ദളിതരും ന്യൂനപക്ഷങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ അതിനൊക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷ എംപിമാർക്കാണ് എന്ന് മുൻകാല അനുഭവം നമ്മുടെ എല്ലാം മുന്നിലുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് 2014 മുതൽ 2019 വരെ പാർലമെൻറ്റിലുണ്ടായിരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ എംപിമാർ അന്ന് നമ്മളുടെ ഈ രാജ്യത്തുണ്ടായ ഒന്നാം BJP ഗവൺമെൻറ്റിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള വലിയ ഇടപെടലുകൾ, പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധവും മറ്റ് നടപടികളുമൊക്കെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രവുമല്ല, നമ്മുടെ മുന്നനുഭവം അനുസരിച്ച് രാജ്യത്ത് BJPക്കെതിരായി ഒരു മുന്നണിയെ രൂപീകരിച്ചു കൊണ്ടുവരുന്നതിനും ആ മുന്നണിയെ കൃത്യമായ ദിശാബോധത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കുക ഇടതുപക്ഷ ബ്ലോക്കിനാണ്. അത് 2004 ഒന്നാം UPA ഉണ്ടാകുമ്പോൾ മുതൽ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ രാജ്യം വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരു ഘട്ടത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒക്കെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകേണ്ടതുണ്ട്. ലെഫ്റ്റ് ബ്ലോക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിനനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഇവിടെ നമ്മളുടെ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ, ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 2014 തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് ഒരു വലിയ വിഷയാധിഷ്ഠിതമായി നമ്മൾ നേരിട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ അത് ഇവിടുത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന, പ്രത്യേകിച്ച് പരിസ്ഥിതി സംരക്ഷണം ഉൾപ്പെടെയുള്ള ചില നടപടികളുടെ ഭാഗമായി ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും ജനങ്ങളുടെ മേൽ എന്തും അടിച്ചേൽപ്പിക്കാൻ പറ്റുമെന്ന നിലപാടിലേക്ക് ഗവൺമെൻറ്റുകൾ പോവുകയും ചെയ്യുമ്പോൾ അതിനെതിരെ രൂപപ്പെട്ടു വന്ന വലിയ പ്രതിഷേധമായിരുന്നത്. അത് കസ്തൂരിരംഗൻ റിപ്പോർട്ടും മാധവ് ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മാത്രമായിരുന്നില്ല. അപ്പോൾ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ, മറ്റ് നടപടികളുണ്ടാകുമ്പോൾ, ജനങ്ങളുടെ ഇവിടുത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകുമ്പോഴൊക്കെ അവർക്കെതിരെ വലിയ തോതിൽ പൊതുബോധം സൃഷ്ടിച്ച് മലയോര ജനതയാകെ കയ്യേറ്റക്കാരാണ് എന്ന തലത്തിലുള്ള വലിയൊരു പൊതുബോധ നിർമ്മിതി നടത്തി അതിൻ്റെ മറവിൽ ഇവിടുത്തെ ആളുകളെ വല്ലാത്ത തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെയുള്ളൊരു ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ടായിരുന്നു 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുക. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കുമ്പോൾ അത് നൽകിയൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഈ നാട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടത്താൻ, അല്ലെങ്കിൽ ഇതുപോലെ ജനങ്ങളുടെ മേലേക്ക് എന്തും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമുണ്ടായാൽ ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെതിരെ പ്രതിരോധം തീർക്കും, പ്രതിഷേധിക്കുമെന്നുള്ളതായിരുന്നു. 5 വർഷക്കാലം പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ ആ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും സജീവമായി ഇടപെട്ടിട്ടുണ്ട്. ഈ നാടുമായി ബന്ധപ്പെട്ട വികസന പ്രക്രിയയിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും ഇന്ന് ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെയും നേരനുഭവവുമായി ആ കാലത്തുണ്ടായ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമായി നിൽക്കുകയും ചെയ്യുകയാണ്.